ശ്രീ വൈശാഖ മഹാത്മ്യം. ഇന്ന് 11-ാമത്തെ അധ്യായം. വൈശാഖ മാസം 11-ാം തീയതിയാണിന്ന്. ഏകാദശി കൂടിയാണ്. വൈശാഖത്തിലെ ഏകാദശി വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. ഇന്ന് വൈശാഖ മഹാത്മ്യം സമ്പൂർണ്ണ പാരായണം 8:30 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഏകാദശി വായിക്കുന്നുണ്ടോ? സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോലെ അല്ല, ഇന്ന് ഏകാദശി വായിക്കണ്ടേ? അല്ലപ്പാ, വൈശാഖമാവിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോലെ അല്ല, ഇന്നത്തേത് വായിക്കണ്ടേ? അതിൽ വരുമല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുതാ ജയ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ വൈശാഖ മഹാത്മ്യം ഏകാദശോധ്യായം. വംഗദേശാധിപതിയാകിയ കുശകീതു മംഗലശീലൻ ധർമ്മ തൽപരൻ വിഷ്ണു ഭക്തൻ അവനെ പരിപാലിച്ച സംഖ്യ അവനു ഹേമകാന്തൻ എന്നൊരു പുത്രനുണ്ടായി. വിദ്യകളെല്ലാം ഗ്രഹിച്ചെത്രയും സമർത്ഥനായി വിദ്രുതം നായാട്ടിനു നടന്നു സേനയോടും. ദൃഷ്ടിശാർദൂല സിംഹ കരടി ആദി സർവ ദുഷ്ടജന്തുക്കൾ തന്നെ വധിച്ചു നടക്കുമ്പോൾ ഉണ്ടായ പൈതാഹത്തെ കണ്ടവൻ വരും നേരം കണ്ടിതു മഹാമുനിമാരുടെ പർണശാല. കിണ്ടൽ പൂണ്ടാശ്രമത്തിൽ പുക്കിടു നൃപബാലൻ കുണ്ടതയോടും തത്ര നിന്നിട്ടു ഉണർന്നീല. ഉൾക്കാമ്പിൽ രുചിച്ചൊരു കോപത്തോടുര ചെയ്താൽ ധിക്കാരമിത്ര കണ്ടീലാരെയും കഷ്ടം കഷ്ടം. മുഖ്യനാമം പുനരിപ്രദേശത്തു വന്നാൽ സൽക്കരിച്ചിടാത്തൊരു താപസന്മാരെ ഇപ്പോൾ വൈകാതെ വധിക്കുന്നു മുതിർന്നു കുമാരനും. കോപമോടപ്പോൾ മുനി ശിഷ്യന്മാരേവം ചൊന്നാൻ. കോപിക്ക വേണ്ട വൃഥാ ഭൂപതേ സമാധിയാൽ താപസ ജനമറിഞ്ഞിര നീ വന്നതെടോ. എങ്കിലോ നിങ്ങൾ സൽക്കാരാദികൾ ചെയ്തിരുന്നാൽ കിങ്കരോ യഹോ ഞങ്ങൾ പാരതന്ത്രന്മാരല്ലോ. എങ്കിലോ കൂട്ടത്തോടെ സംഹരിച്ചിടുവൻ ഞാൻ. ശങ്കയിലേതും മമ കാണേണം തപോബലം. ഇത്തരമുര ചെയ്തു ശസ്ത്രങ്ങൾ തൂകിയിടിനാർ. ബദ്ധസന്താപം പൂണ്ടങ്ങോടിനാർ താപസന്മാർ. 300 ജനങ്ങളെ കൊന്നിതു മഹാപാപി. മന്നവാ കിങ്കരന്മാർ ശാലകൾ തോറും പൊക്കു. കണ്ടുള്ള പദാർത്ഥങ്ങളൊക്കെയും കവർന്നപ്പോൾ മിണ്ടാതെ നിന്നു കൊണ്ടാനന്ദനാം ഭൂപാലജൻ. ആശ്രമം തന്നിലുള്ളതെല്ലാം ഗ്രഹിച്ചവർ വിശുദ്ധനായ ബാലൻ തന്നോടും കൂടിപ്പോയി. തൻപുരം ബുക്കു സുഖിച്ചിരിക്കും ദശാന്തരെ ദുഷ്കൃതിയായ സുതൻ ചെയ്ത വൃത്താന്തം കേട്ടു. പൂജനല്ലിവർ രാജനൻ നർത്തോ ശീഘ്രം രാജ്യെ നിന്നാട്ടിക്കളഞ്ഞിരിനാൻ സൂക്ഷ്മധർമ്മൻ. കാതനും പുരവാസി ജനവും വെടിഞ്ഞപ്പോൾ കാതര ചിത്തത്തോടും കാടകം പുക്ക നേരം. പിന്നാലെ ബ്രഹ്മഹത്യാ ദോഷമൂർത്തികൾ ചെന്നു മന്നവ ബാലൻ തന്നെ പീഡിപ്പിച്ചിടും സദാ. വിധി കൂടാതെ ഒരു ദിക്കിലും നിന്നു കൂടാ പൊളിച്ചിടും. ബോധഹീനനാമവൻ വൃത്തിക്കു മുട്ടിയപ്പോൾ വ്യാധന്മാരോടും ചേർന്നു വസിച്ചാൻ ചിരകാലം. ഇങ്ങനെ 88 വത്സരം ചെന്ന കാലം അങ്ങൊരു ഋഷി നിന്നു വൃദ്ധനാം വിപ്രശ്രേഷ്ഠൻ. അത്രിതാനെന്നല്ലോ നാമം അവനും തീർത്ഥങ്ങളെ തേടിക്കൊണ്ടാടിയിടുവാൻ നടക്കും ദശാന്തരെ. മാധവമാസം തന്നിൽ മധ്യാഹ്നേ മഹാവനെ ആദവക്ലാന്തൻ നിഴലില്ലാത്ത ദിക്കിൽപ്പെട്ടു. ദാഹവും ദിനമുഷ്ണം എന്നിവ സഖിയാൽ മോഹിച്ചു ഭൂമോപതിച്ചിരിനാൻ എത്ര കഷ്ടം.
ആകേഹി നരരോദനം കേട്ടപ്പോൾ ഹേമകാന്തൻ സാഹസത്തോടു ചെന്നു കണ്ടിതു വൃത്തമെല്ലാം. ബ്രഹ്മപത്രങ്ങൾ കൊണ്ടു കുടയായി കുത്തിച്ചേർത്തു വിപ്രങ്ങൾ തന്നുടെ തെരുളിലുള്ള പത്രത്തോയം ധന്യനാം ഭൂദേവന്റെ മൂർധനി തന്നിൽ രണ്ടു നാഴിക കിടന്നപ്പോൾ വന്ന ശോകങ്ങളൊട്ടു ചുരുങ്ങി വിപ്രനപ്പോൾ മന്ദമായി എഴുന്നേറ്റു നടന്നു വിപ്രേന്ദ്രനും. പിന്നെ ഭൂപതി തസ്മൈ പത്രം ഭൂമിപാലകൻ ചിത്തമഴിഞ്ഞു നൽകിയിടിനാൻ. ഭൂമിദേവനും ദീനം തീർന്നാശു ഗൃഹം ബുക്കാൻ. ചത്രദാനത്തിൻ ഫലത്തെ കൊണ്ടു നൃപനുടെ അത്യാദി ദോഷങ്ങൾ 300 ദൂരെ പോയാൽ മഹിമയേറും നൃപനുടനെ യമഭടർ ഗ്രഹണീയാകും വ്യാധി തന്നാലെ പീഡിപ്പിച്ചും ചണ്ടുവേദനയോടും കൊണ്ടുപോവതീനായി ദണ്ഡിതൻ ഭടന്മാരും മുതിർന്നു നിന്നിടിനാർ. ഘോരവേഷത്തെ പൂണ്ട സൗമിദൂതരെ കണ്ടു വിരുദ കലർന്നേറ്റം മയങ്ങി കിടക്കുമ്പോൾ ചത്രദാനത്തിൻ പുണ്യം കൊണ്ടപ്പോൾ നാരായണം ചിത്തപത്മത്തിൽ സ്മരിച്ചിടുവാൻ യോഗം വന്നു. ദുർവഹ ഭീതിയോടും സർവജ്ഞമൂർത്തി ചരിച്ചുടനെ അരുൾ ചെയ്തു. വൈശാഖി മഹാമുനി കാതപത്രവും നൽകി ക്ലേശത്തെ തീർത്ത നൃപൻ മേൽ ഭക്തവരൻ തന്നെ കാലഭൃത്യന്മാർ കൊണ്ടുപോവതീനാരംഭിച്ചു. കാലം വൈകാതെ വിരോധിച്ചു നീ വിശ്വക്സേന. കൽപ്പിത തന്റെ പക്കൽ കൊണ്ടു ചെന്നാക്കിയിടേണം. വായ്പേറും ബ്രഹ്മഹത്യാദോഷങ്ങൾ തീർന്നുവെന്നും ഞാൻ തന്നെ ചെന്നേനെന്നു ബോധിപ്പിച്ചാശു ഹേമകാന്തനെ. വാഴിച്ചുടനുടനെ പോന്നാലും നീ എന്നരുൾ ചെയ്തവാറേ ചെന്നിതു ഹേമകാന്തൻ. തന്നെ പാർശ്വേ നിൽക്കും കിങ്കരന്മാരെ നീക്കി ഭഗവാൻ അരുൾ ചെയ്ത പോലെയും ആചരിച്ചു. ഭഗവൽ ഭക്ത കുശകേതുവോടെല്ലാം ചൊല്ലി നന്ദനഭിഷേകം ചെയ്തുടൻ കുശകേതു ചെന്നു കാനനെ വാണു മോക്ഷവും സിദ്ധിച്ചിതു. ഈ വണ്ണം തന്നെ മോക്ഷം സാധിച്ചു ഹേമകാന്തൻ. കേവലം കാലമേറ്റം ചെന്നിട്ടെന്നതേയുള്ളൂ. വൈശാഖ കർമ്മത്തിനു തുല്യതയില്ല ചൊൽവാൻ. ക്ലേശമില്ല വിഷ്ടിപ്പാൻ അധികം ഫലം സിദ്ധം. പാപമാമിന്ധനങ്ങൾക്കഗ്നി വൈശാഖ കർമ്മം. താപസഞ്ചയങ്ങൾക്കും ഇങ്ങനെ തന്നെ സഖേ. ധർമാർത്ഥ കാമോമോക്ഷം എല്ലാമേ സാധിച്ചിടും. നിർമ്മലമതേ ചൊന്നേൻ അധ്യായം 11. ഓം തത്സദി. ശ്രീ വൈശാഖ മഹാത്മ്യേ ഏകാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ.